വിജയ്, ട്രംപിൻ്റെ ഫോൺ കോൾ ആർക്ക്? പുട്ടിന്. അത് കഴിഞ്ഞിട്ട് ആ വിളി കേൾക്കാതെ പുടിൻ ആ ചെയ്യേണ്ട ഒരു വലിയ ക്രമം അങ്ങ് ചെയ്തു. അതായത് ഉക്രൈൻ്റെ തലസ്ഥാനം കീവിനെ അങ്ങ് ആട്ടിച്ച് തകർത്തു. കീവിനെ അടിച്ചങ്ങ് തകർത്തു. അവരുടെ വിമാനത്താവളം വരെ കത്തിച്ച് ചാമ്പലാക്കി. അപ്പോൾ ഈ സംഭവം കണ്ടിട്ട് ഈ ഉക്രൈൻ റഷ്യയെ ആക്രമിച്ചതിന്റെ കാരണക്കാരി നാറ്റോയാണ്. നാറ്റോ രാഷ്ട്രങ്ങളുടെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ളവന്മാരുടെ കളിയായിരുന്നല്ലോ. അപ്പോൾ അവരിന്ന് ഞെട്ടി നിൽക്കുകയാണ്. കാര്യം പുടിൻ കയറി ഇത്രയും ചെയ്യും എന്നുള്ളത് വിചാരിച്ചില്ല. തലസ്ഥാനത്ത് അടിച്ചേക്കണം ഉക്രൈൻ്റെ. എന്താ പറയുക, എന്തോ ഒരു പറയല്ലോ, മർമ്മത്താണ് അടിച്ചെന്ന് പറയില്ല. അമേരിക്ക നൽകിയ യുദ്ധവിമാനങ്ങളൊക്കെ നശിപ്പിച്ചു. അമേരിക്ക നൽകിയ യുദ്ധവിമാനങ്ങൾ വരെ നശിപ്പിച്ചു. അപ്പോൾ ഇതിൽ എൻ്റെ ചോദ്യം, ഇങ്ങനെ പുടിനെ ചൊടിപ്പിക്കാൻ ഉള്ള കാരണം എന്താ? ഇതിൽ കഴിഞ്ഞ ദിവസം ഈ യുക്രൈൻ്റെ അടുത്തുള്ള കോമ്പാറ്റ് ഓപ്പറേഷനുകളിൽ ഈ മുൻനിര ആക്രമണം നടത്തിയിരുന്ന അവരുടെ ഒരു മറൈൻ കമാൻഡർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ജനറൽ, അദ്ദേഹം അവിടെ കൊല്ലപ്പെട്ടു. റഷ്യ യുക്രൈൻ ബോർഡറിൽ. മിഖായൽ ഗുഡ്കോവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇത് യുക്രൈനിയൻ ആക്രമണത്തിലാണ് അദ്ദേഹം മരിച്ചത്. ഇത് 2 ദിവസം മുന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടുത്തിടെ തന്നെ സ്ഥാനക്കയറ്റം നൽകിയൊരു ഉന്നത റഷ്യൻ മറൈൻ കമാൻഡറാണ്. അപ്പോൾ ഈ അതിർത്തിക്ക് അടുത്തുള്ള കുർസക് എന്ന് പറയുന്ന ഒരു മേഖലയിലാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത്. മേജർ ജനറൽ മിഖായൽ ഗുഡ്കോവ് എന്നാണ് ആ ഉദ്യോഗസ്ഥന്റെ മരണപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേര്, മുഴുവൻ പേര്. റഷ്യൻ നാവികസേനയുടെ ഡെപ്യൂട്ടി ചീഫായിരുന്നു. തീരദേശ കരസേനകളുടെ ചുമതലയും വഹിച്ചിരുന്ന ആളാണ്. ഈ വർഷം ആദ്യം സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിന് മുമ്പ് ഉക്രൈൻ അധിനിവേശത്തിന്റെ ആദ്യ ആഴ്ചകളിലും അടുത്തിടെ റഷ്യയിലെ കുർസക് മേഖലയിലുള്ള നിയന്ത്രണത്തിനായുള്ള പോരാട്ടത്തിലും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മറൈൻ സൈനികനായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം വ്ളാഡിമിർ പുടിൻ വളരെ പ്രിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. മാർച്ച് അവസാനം ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അന്തർവാഹിനിയിലേക്ക് പുടിൻ നടത്തിയ സന്ദർശന വേളയിൽ ജനറൽ ഗുഡ്കോവിനെ റഷ്യൻ നാവികസേനയുടെ ഡെപ്യൂട്ടി ചീഫായി സ്ഥാനക്കയറ്റമൊക്കെ നൽകിയിരുന്നു. പുടിൻ അദ്ദേഹത്തെ പ്രശംസിക്കുകയൊക്കെ ചെയ്തിരുന്നു. അനുഭവം മറ്റ് യൂണിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 155ാമത് ബ്രിഗേഡ് അദ്ദേഹത്തിൻ്റെ ബ്രിഗേഡായിരുന്നു. ഈ ബ്രിഗേഡിൻ്റെ നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ധീരത, വീര്യം, ഇതെല്ലാം നൈപുണ്യമുള്ള കമാൻഡ്, ഇതെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംസാരിച്ചിരുന്നു. അപ്പം അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെയാണ് ആര് തീർത്തത്? ഉക്രൈൻ തീർത്തത്. അപ്പം അങ്ങനെയാണ് ഇവിടെ ഇത്രയും വലിയ, അതായത് കുറേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണം റഷ്യ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സംഭവം, കാര്യം ഇവര് നാറ്റോ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ 1.5 വർഷത്തെ പ്ലാനിന് ശേഷം ഓപ്പറേഷൻ സ്പൈഡർ വെബ്, അതെ അടിച്ചതിനുള്ള ആ ഒരു ഗ്യാപ്പ് ഇട്ടിരുന്നിട്ട് തക്ക നോക്കി അതിനുള്ള ചെറിയ തിരിച്ചടികൾ അന്നൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇടയ്ക്ക് നിർത്തിയിരുന്നു. ഇപ്പോ ഈ വെടിനിർത്തൽ നിർത്തണമെന്നായിരുന്നു ട്രംപ് വിളിച്ച് ആവശ്യപ്പെട്ടത് ഫോണില്. അതെ, ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ വിജയ്, ഈ സിവിലിയൻസിൽ ഒന്നും പ്രശ്നം ഉണ്ടാവാത്ത രീതിയിലാണല്ലോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി? അല്ല, സിവിലിയൻസിന് പ്രശ്നം ഇവിടുത്തെ ആൾക്കാർ അവിടെ ബന്ധുക്കളായിട്ടുണ്ട്, ആൾക്കാർ ഇവിടെ ബന്ധുക്കളായിട്ടുണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷെ അത് ഇവിടെ യുക്രൈൻ ഹമാസ് ചെയ്യുന്നതിന് സമാനമായിട്ടുള്ളൊരു കാര്യം ഇവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഈ സിവിലിയൻ കേന്ദ്രങ്ങളിലാണ് ഇവരുടെ ഈ സൈനിക സന്നാഹങ്ങളെല്ലാം അതായത് അതൊരു റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിനോട് ഒരിക്കലും യുക്രൈൻ അടിച്ചു നിൽക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പോൾ പിന്നെ ഉള്ള ഒരു മാർഗം എന്തെന്ന് പറഞ്ഞാൽ റഷ്യയെ ലോകത്തിന് മുന്നിൽ ക്രിമിനലുകളാക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി. അപ്പോഴാണ് സമ്മർദ്ദങ്ങൾ. ഇപ്പം കഴിഞ്ഞ ഒരു 3 വർഷം മുന്നേ റഷ്യക്ക് ഉപരോധങ്ങളും മറ്റും നേരിടേണ്ടി വന്നത്, ലോകത്തിൽ എല്ലായിടത്തു നിന്നും ഉപരോധങ്ങൾ നേരിടേണ്ടി വന്നതിന് കാരണം ഇതാണ്. യുക്രൈനിലെ സിവിലിയൻ പാകിസ്ഥാൻ നമുക്കിട്ട് ചെയ്യണ പോലെ മനഃപൂർവ്വം കരുതേക്കുക. പക്ഷെ അവിടെ നമ്മൾ ഇന്ത്യ ഒറ്റപ്പെടുത്തുന്നില്ല. ഇവിടെ അങ്ങനെയല്ല, റഷ്യ ഒറ്റപ്പെടുത്തി അന്ന്. ലോകരാഷ്ട്രങ്ങളല്ല, ഇന്ത്യ ഒഴിച്ച് അവരെ ഉപരോധം. ഇന്ത്യ ഇപ്പോഴും റഷ്യയിൽ നിന്ന് തന്നെയാണ് എണ്ണ വാങ്ങിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ നല്ല സുഹൃത്താണ്. അപ്പോൾ നമ്മൾ ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് നമ്മൾ വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദം പോലെ അല്ല. അത് നമ്മൾ അങ്ങനെ പറഞ്ഞു കിടക്കുന്ന ചില വിഡ്ഢികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് റഷ്യയും ഇന്ത്യയും ഇത് എന്ന് പറയുന്നത് ഒരേ താല്പര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് സുഹൃത്ത്, അതായത് നമ്മൾ ആഗോള രാഷ്ട്രീയത്തിൽ ഒരു സുഹൃത്ത് ഉണ്ടാവുന്നത്. അതെ, താല്പര്യങ്ങൾ ഒരുപോലെ വരുമ്പോഴാണ്. അതായത് ഇപ്പോൾ റഷ്യ എന്നെ സംബന്ധിച്ച് റഷ്യക്ക് കിഴക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ള എല്ലാ രാജ്യങ്ങളോടും ഒരു അനുകമ്പയുണ്ട്. അതായത് പാകിസ്ഥാനോടുമുണ്ട്, ഇന്ത്യയോടുണ്ട്, ചൈനയോടുണ്ട്. ചൈനയുമായിട്ട് വളരെ അടുത്ത ബന്ധം റഷ്യക്കുണ്ട്. പിന്നെ മറ്റ് രാജ്യങ്ങൾക്കല്ല. അതായത് അവർക്ക് യൂറോപ്യൻ യൂണിയനും അമേരിക്കയുടെ അടുത്തും
ഒരു നല്ല കടുത്ത ഒരു എന്താ പറയുക, ഒരു കടുത്ത ബന്ധമുണ്ട്. വിരുദ്ധതയുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളോടും അമേരിക്കയോടും. ഞാൻ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് കിഴക്കൻ രാജ്യങ്ങളോട് ഒരു അനുകമ്പമാണ്. അപ്പൊ അതിൽ ഇന്ത്യയോട് ഒരു പ്രത്യേക അടുപ്പം തന്നെയുണ്ട്. അറിയായിരിക്കുമല്ലോ, ഇന്ദിരാഗാന്ധിയുടെ സമയത്തുണ്ടായിരുന്ന റഷ്യ USSR ആണല്ലോ, അന്നൊക്കെ USSR ആണ്, ഇപ്പൊ പറയുന്ന റഷ്യ അല്ല, എന്നാൽ പോലും. അപ്പൊ ഇതിന് 3 വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ യുക്രൈൻ തലസ്ഥാനമായ കീവിനെ റഷ്യ 1 മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. അതായത് അങ്ങനെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് വരുന്നത്. ന്യൂയോർക്ക് ടൈംസിൻ്റെതാണ് വന്നിരിക്കുന്നത്. ജൂൺ 4 പുലർച്ചെ കീവിലേക്ക് റഷ്യൻ സൈന്യം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു വലിയ പരമ്പര തന്നെ നടത്തിയതായി യുക്രൈൻ തന്നെ സ്ഥിരീകരിച്ചെങ്കിലും നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല. ഇത്തരം വിവരങ്ങൾ പുറത്തുവിടുന്നത് സൈന്യത്തിന്റെ മനോവീര്യം ചോരുമെന്നതിനാൽ ജനങ്ങൾക്കും കൃത്യമായ മുന്നറിയിപ്പ് യുക്രൈൻ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെ ആലോചിച്ചു പോകുന്നത്. റഫേൽ എത്ര ഉണ്ടെന്ന് കാണിക്കുക. എവിടെ മണ്ടൻ ചോദ്യമാണല്ലേ. അതായത് ഒരു യുദ്ധ സമാനം വിവരങ്ങളൊക്കെ ലോകത്ത് അറിയിക്കേണ്ട കാര്യം ലോകസഭ അറിയിക്കണം. അത് വിവരാവകാശ ഇതുപോലും ആക്ട് പ്രകാരം പോലും നമുക്ക് കിട്ടില്ല. അത് അവര് വിറ്റ് പുട്ടടിച്ചിട്ടുണ്ട്. അവരുടെ കാലത്ത് അറിയാലോ, സൈനികന്മാരെ കൊണ്ടുവന്നിരുന്ന ശവപ്പെട്ടിയിൽ വരെ മായം കാണിച്ചവരാ. അതാണ്. അപ്പൊ ഇവിടെ ഇരുന്ന് ആ പുട്ടടി ഇവിടെ നടക്കുന്നുള്ള ഈ കള്ളം കാണിച്ചവനെ കള്ളം മറ്റുള്ളവരെ ചോദ്യം. അതെ, റഷ്യൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ നോക്കിയാൽ അഗ്നിയിലും പുകയിലും മുങ്ങിയ കീവിനെയാണ് കാണാൻ കഴിയുക. കീവ് എന്ന് പറയുന്ന അവരുടെ തലസ്ഥാന പ്രദേശം. അപ്പൊ യുക്രൈനെ സഹായിക്കുന്ന നാറ്റോ രാജ്യങ്ങൾ ഉൾപ്പെടെ ഇത് കണ്ട് ശരിക്കും ഞെട്ടിയിട്ടുണ്ട്. അപ്പൊ ട്രംപ് വിളിച്ചപ്പം പുടിൻ അതൃപ്തി അറിയിച്ചിരുന്നു. അതായത് നാറ്റോയുടെ സഹായം യുക്രൈന് ലഭിക്കുന്നതിൽ കൃത്യമായ അതൃപ്തി പുടിൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ട്രംപ് അപ്പോൾ ഫോൺ വെച്ചപ്പോൾ തന്നെ മനസ്സിലായി പുടിൻ കരുതിയിരിക്കുകയാണ്, ഇന്ന് പൊട്ടിക്കും എന്നുള്ള കാര്യം മനസ്സിലായി. ഇപ്പൊ യുക്രൈനെ പിടിച്ചെടുത്ത ശേഷം റഷ്യ തങ്ങളുടെ രാജ്യങ്ങളെയും ലക്ഷ്യമാക്കുമെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളും ഭയക്കുന്നത്. അതെ, റഷ്യ പഴയ സോവിയറ്റ് പ്രതാപത്തിലേക്ക് കൊണ്ടുപോകുക എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സ്വപ്നം എന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ നരേന്ദ്രമോദിക്ക് അഖണ്ഡ ഭാരതം ഉണ്ടാക്കണമെന്നുള്ളൊരു സ്വപ്നമുണ്ടെന്ന് ചില അന്തം കമ്മികൾ പറഞ്ഞു നടക്കുന്നില്ലേ, ചില പിന്നെ അന്തം സംഘികളും പറഞ്ഞു നടക്കുന്നുണ്ട്. RSS അന്തം സംഘികളും പറഞ്ഞു നടക്കുന്നുണ്ട്, അന്തം കമ്മികളും പറഞ്ഞു നടക്കുന്നുണ്ട്. ഇവര് ഈ 2 എക്സ്ട്രീംസിലുള്ളവരും പറയുന്നുണ്ട് അഖണ്ഡ ഭാരതത്തിൽ ആക്കണമെന്ന് അന്തം സംഘികൾ പറയും, അഖണ്ഡ ഭാരതത്തിൽ ആക്കാനാണ് ഇദ്ദേഹം നടക്കുന്നതെന്ന് അന്തം കമ്മികളും പറയാറുണ്ട്. അപ്പോൾ ഇതിൽ ഈ അഖണ്ഡ ഭാരതം എന്ന് എന്താണെന്ന് അറിയില്ല. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, മ്യാൻമർ, ഭൂട്ടാൻ ഇതെല്ലാം തുടങ്ങിയ ഒരു ചൈന ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളും ഏകദേശം. അപ്പൊ ഇതുപോലെ റഷ്യക്കും USSR എന്നുള്ള ഒരു പഴയ പ്രതാപത്തിലേക്ക്, പക്ഷെ അതിൽ അങ്ങനെ ഒന്നും പോവാനല്ല ശരിക്കും പുടിൻ ഇങ്ങനെ. അതിനൊരു കാരണമുണ്ട്. അതായത് യുക്രൈൻ നാറ്റോ അംഗത്വം നേടാനായിട്ട് വളരെ കാലമായിട്ട് ശ്രമിക്കുന്ന, ഏകദേശം 3 ദശാബ്ദങ്ങളായിട്ട് ശ്രമിക്കുകയാണ് അംഗത്വം കിട്ടാൻ. അപ്പൊ നാറ്റോയുടെ സൈന്യങ്ങൾ വന്ന് യുക്രൈൻ എന്ന് പറഞ്ഞാൽ റഷ്യയായിട്ടുള്ള അതിർത്തി രാജ്യമായ യുക്രൈനിൽ വന്ന് നാറ്റോയുടെ സൈന്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് റഷ്യക്ക് ഡയറക്റ്റ് ഭീഷണിയാണ്. അപ്പൊ അതുകൊണ്ടാണ് റഷ്യ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ യുക്രൈനടുത്ത് ഇങ്ങനെ ഒരു യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. യുക്രൈനിന്റെ ആളുകൾക്ക് അവർക്ക് ഈ യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേരാനാണ് താല്പര്യം. അവരുടെ, ഞാൻ പറയുന്നത് സാംസ്കാരികപരമായിട്ട് റഷ്യയുമായിട്ട് അവർക്ക് റഷ്യയുടെ സംസ്കാരവുമായിട്ട് യോജിപ്പില്ല. അപ്പൊ അവർക്ക് യൂറോപ്യൻ സംസ്കാരത്തിലോട്ട് അവർക്ക് ലയിക്കാനാണ് താല്പര്യം. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇവർ ഈ അന്ന് മുതൽ നാറ്റോ എന്ന് പറയുന്ന ഇതുമായിട്ട് ചേരാനും. നാറ്റോ എന്ന് പറയുന്നത് അറിയാലോ, അവരുടെ ഈ യൂറോപ്യൻ അവരുടെ സൈന്യം മുഴുവനായി ഇറങ്ങും. അവരുടെ പോളിസി ഇതാണ്, അവരിൽ ഒരാളെ തൊട്ടാൽ മുഴുവൻ പേരെയും തൊട്ട പോലെയാണ്, അതുകൊണ്ട് മുഴുവൻ സൈന്യവും ഒരുമിച്ചിറങ്ങും. അപ്പൊ നിലവിലെ രീതി മാറ്റി കൂടുതൽ ആക്രമണകാരിയാവും റഷ്യൻ സൈന്യം മുന്നേറുന്നത്, ആക്രമണകരമായിട്ടായിരിക്കും എന്ന് ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉള്ള ശേഷിയെ പോലും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനാണ്, അതായത് യുക്രൈനിനുള്ള ഒരു സൈനിക ശേഷിയെ പോലും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനാണ് ഇനി ഉള്ള അവരുടെ നീക്കം. ഇപ്പോൾ തന്നെ യുക്രൈൻ്റെ വലിയൊരു ഭാഗവും റഷ്യൻ നിയന്ത്രണത്തിലാണ് ഉള്ളത്. അധിനിവേശം ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ ഈ രീതിയിൽ റഷ്യ ആക്രമണം തുടർന്നാൽ അധികം താമസിയാതെ യുക്രൈൻ എന്ന രാജ്യം തന്നെ റഷ്യയുടെ ഭാഗമായിട്ട് മാറും. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്.